ടൂറിസത്തിന് ഉണർവ് പകർന്നും ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടിയും വയനാട് ബൈസിക്കിൾ ചലഞ്ചിന്റെ 4ാമത് എഡിഷന് ആവേശകരമായ സമാപനം. വിവിധ കാറ്റഗറികളിലായി 130 സൈക്കിൾ റൈഡേഴ്സാണ് മത്സരത്തിന്റെ ഭാഗമായത്. മത്സരാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ട് തെക്കേ ഇന്ത്യയിലെ തന്നെ മികച്ച മേളയാണ് വയനാട് ബൈക്കേഴ്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ഈ മത്സരം. പാരിസ്ഥിതിക സുസ്ഥിരത ഉറപ്പുവരുത്തുക എന്നതായിരുന്നു സന്ദേശം. വയനാടിന്റെ ഭൂപ്രകൃതിയും കാർഷിക തനിമയും പ്രകടമാക്കുന്ന മേഖലകളിലൂടെയായിരുന്നു ബൈസിക്കിൾ ചലഞ്ചിന് ട്രാക്ക് ഒരുക്കിയത്. കൽപ്പറ്റ ടൗണിൽ നിന്ന് ആരംഭിച്ച റൈഡ് പൊഴുതിനയിലെയും വൈത്തിരിയിലെയും തേയിലത്തോട്ടങ്ങളും ബാണാസുര അണക്കെട്ടിന്റെ ജലസമൃദ്ധി കാഴ്ചയും ചുണ്ടേൽ മേഖലയുടെ മനോഹാരിതയും പിന്നിട്ട് കൽപ്പറ്റ ബൈപ്പാസിലാണ് സമാപിച്ചത്. വളരെ മനോഹരമായിരുന്നു. വയനാട് ബൈക്കേഴ്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട വയനാട് ബൈസിക്കിൾ ചലഞ്ച് ഇത് 4th എഡിഷനാണ്. ഏറ്റവും മനോഹരമായ റൂട്ടാണ് ഈ വർഷം നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യയിലുള്ള 7ഓളം സ്റ്റേറ്റുകളിൽ നിന്നുള്ള മത്സരാർത്ഥികളാണ് പങ്കെടുത്തത്. പലതരം കാറ്റഗറികളിൽ നടന്ന മത്സരത്തിൽ പ്രമുഖ റൈഡേഴ്സ് പങ്കെടുത്തു. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ സീനിക് ആയിട്ടുള്ള റൂട്ട്. കഴിഞ്ഞ വർഷം ചവിട്ടണമെന്ന് വിചാരിച്ചാൽ പറ്റിയില്ല. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും ആ ഒരു ആഗ്രഹം നടന്നു. ഒരു 1.5 വർഷം ഇവിടെ താമസിച്ച വയനാട്ടിൽ, പക്ഷെ അപ്പോഴൊന്നും റൈഡ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്രാവശ്യം ഫൈനലി വയനാട്ടിൽ നല്ലൊരു റേസ് ചെയ്യാൻ പറ്റി. 4 വർഷം ഞാൻ പങ്കെടുത്ത ആളാണ്. സത്യത്തിൽ കേരളത്തിൽ നടക്കുന്ന വലിയൊരു മാമാങ്കമാണ് വയനാട് ബൈക്കേഴ്സ് ക്ലബിൻ്റെ ഈ ഒരു ഇവന്റ്. നല്ല റൈഡും അതുപോലെ റൂട്ടിനെ കുറിച്ചിട്ട് ഒന്നും പറയില്ല, ചലഞ്ച് തന്നെയാണ്. വയനാട് SP തബോഷ് ബസ്മതാരിയാണ് റൈഡ് ഫ്ലാഗ് ഓഫ് ചെയ്തത്. മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും റൈഡർമാർ പങ്കെടുത്തു. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.